വിജയാഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തിയ നടൻ മോഹൻലാൽ അതിനുശേഷം ഇപ്പോൾ അവിടെ കേക്ക് മുറിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്, സന്തോഷ പ്രകടനം നടത്തുകയാണ്. മാധ്യമ ലോകം എല്ലാം അവിടെ തന്നെയുണ്ട്, തുടരുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് വീണ്ടും പരിശോധിക്കാം. ഒപ്പം നിഷ ദിലീപ് ചേരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നൽകാൻ. നിഷ, ഈ മലയാള ചലച്ചിത്ര ലോകം ആദ്യം പ്രതികരിച്ചതുപോലെ വലിയ അഭിമാന മുഹൂർത്തത്തിലൂടെയാണ്, അഭിമാന നിമിഷങ്ങളിലൂടെയാണ് മലയാള ചലച്ചിത്ര ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റന്നാൾ ഡൽഹിയിൽ ആ വലിയ പുരസ്കാരം മലയാളത്തിൻ്റെ പ്രിയ നടൻ ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചു? സുഹൃത്തുക്കളൊക്കെ ഒപ്പമുണ്ട്. ആന്റണി പെരുമ്പാവൂരുണ്ട്, സംവിധായകൻ രഞ്ജിത്തുണ്ട്, തുടരും സിനിമയുടെ സംവിധായകൻ രഞ്ജിത്തുണ്ട്. എല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് തന്നെ കേക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ആ സന്തോഷം പങ്കിടുന്നത്. എന്തായാലും വളരെ വലിയ ഒരു സന്തോഷം തന്നെയാണ് ഈ വാർത്താസമ്മേളനത്തിനെത്തിയപ്പോൾ മോഹൻലാൽ പ്രകടിപ്പിച്ചത്. ഭാരത സർക്കാരിനോടും ജൂറിയോടും നന്ദി പറയുന്നു. 48 വർഷത്തെ തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ്. ഈശ്വരനോട് നന്ദി പറയുന്നു, പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഈ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. എന്തായാലും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം, ഇത്രയും വർഷത്തെ യാത്രയിൽ തനിക്ക് കിട്ടിയ മികച്ച പുരസ്കാരം എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഇനിയും നല്ല റോളുകൾ കിട്ടുക എന്നത്, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നല്ല റോളുകൾ കിട്ടുക എന്നത് വളരെ വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. എന്തായാലും അത് തനിക്ക് അവാർഡും ലഭിച്ചിട്ടുണ്ട്. നല്ല നടന്മാർക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചു, അതും ഒരു ഈശ്വരാനുഗ്രഹമായി തന്നെ കരുതുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. എന്തായാലും രാവിലെ തന്നെ അദ്ദേഹം എയർപോർട്ടിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ലാലേട്ടൻ നേരെ പോയത് അമ്മയെ കാണാനാണ്. അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പുരസ്കാരം ലഭിച്ച ആ ഒരു നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞത്, സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം സംഭവിച്ചപ്പോൾ താൻ വീണ്ടും ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചു എന്നാണ്. വളരെ രസകരമായി തന്നെയാണ് അദ്ദേഹം ഈ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ വാർത്താ സമ്മേളനം പോയത്. ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം മോഹൻലാൽ ഇറങ്ങുകയാണ്. എന്തായാലും ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ലാലേട്ടൻ മടങ്ങുന്നത്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം, അത്രയും വലിയ ഒരു പുരസ്കാരമാണ്. ഭാരത സർക്കാരിനോടാണ് നന്ദി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ വാർത്താ സമ്മേളനം തുടങ്ങിയത്. എന്തായാലും ഇപ്പൊ ഇവിടെ ഈ മാധ്യമപ്രവർത്തകരുണ്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നതിനൊക്കെയുള്ള ഒരു തിരക്കാണ്. നമുക്കിപ്പം ഒരാൾക്കൂട്ടമൊക്കെ ആയിരിക്കും ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് ശേഷം ആദ്യമായി കൊച്ചിയിലെത്തി മാധ്യമങ്ങളോട് സംസാരിച്ചു. പ്രേക്ഷകർക്കും ഈശ്വരനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഇവിടെ നിന്ന് മടങ്ങുന്നത്. ശരി നിഷ, അതെ, തത്സമയ ദൃശ്യങ്ങളിലൂടെ നമ്മൾ നിഷ പറഞ്ഞത് തന്നെ കാണുന്നുണ്ട്. കാരണം അവിടെ മോഹൻലാൽ അല്ലെങ്കിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, എവിടെ ലാലേട്ടനെ കിട്ടിയാലും ആരാധകർ, മാധ്യമലോകം ആരും വെറുതെ വിടില്ല, സെൽഫി മസ്റ്റാണ്. ആ സെഷനിലേക്കാണ് ഇപ്പോൾ കൊച്ചിയിലെ പത്രസമ്മേളന വേദി കടന്നിരിക്കുന്നത്.